ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടുള്ളത് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായും നമ്മുടെ PSC എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണും. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിച്ചിട്ട് പോവുക. പ്രത്യേകിച്ച് LDCയും LGSും ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത് പഠിക്കുക. തിരഞ്ഞെടുപ്പിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. എന്താ സുഹൃത്തുക്കളെ? ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അതായത് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് നമ്മൾ വ്യക്തമായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അടുത്തതാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്. രണ്ടാമത്തതാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്. 21 വയസ്സ് പൂർത്തിയാക്കിയ ആർക്ക് വേണമെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ്. അതായത് സ്വതന്ത്രനായിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? അതാണ്. അപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമുള്ള ആർക്കോ അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടോ ആർക്ക് വേണമെങ്കിലും എന്താണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ കഴിയും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് മൂന്നാം ഘട്ടം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നാമനിർദ്ദേശ പത്രികയിൽ ഒരുപാട് നമ്മളെ പറ്റിയുള്ള വിവരങ്ങൾ കാണും. ഈ വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നാമനിർദ്ദേശ പത്രികയിലൂടെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന്റെ ഉദ്യോഗസ്ഥര് ആ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കല്, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നാലാമതായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. അപ്പൊ ഈ നാമനിർദ്ദേശ പത്രിക എപ്പോഴാണ് പിൻവലിക്കുന്നത് ചോദിച്ചാല് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ കഴിയുള്ളൂ. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു കഴിഞ്ഞു. അതോടുകൂടി പിന്നെ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനുശേഷമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ആറാമതായിട്ടാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഒന്നുമില്ല സുഹൃത്തുക്കളെ, സിമ്പിൾ ആണ്. ആദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പങ്കെടുക്കാൻ പോകുന്നെന്ന് കരുതുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് അറിയേണ്ടത്? എന്നു മുതൽ എന്നു വരെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് അറിയുക. അപ്പോൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാനവും അത് പുറപ്പെടുവിക്കലുമാണ് ഒന്നാമത് നടക്കുന്നത്. രണ്ടാമത് നമ്മൾ മത്സരത്തിന് പങ്കെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന നാമനിർദ്ദേശ പത്രിക നമ്മൾ സമർപ്പിക്കണം. അതിനകത്ത് നമ്മളെ ഭൂരിഭാഗം ഡീറ്റെയിൽസും കാണും കേട്ടോ. അതെല്ലാം നമ്മൾ സമർപ്പിക്കുന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന. അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ നാമനിർദ്ദേശ പത്രികയിൽ കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അതിനുശേഷം നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാമനിർദ്ദേശ പത്രികയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ റിജക്ട് ചെയ്യും കേട്ടോ. ഉദ്യോഗസ്ഥർ അത് റിജക്ട് ചെയ്യും. അല്ലാത്തവർക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഡേറ്റ് കഴിഞ്ഞതോടുകൂടി പിന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവുമാണ്. ഇത് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കും. കേരളമേ നിന്റെ യോമനപ്പേർ കേൾക്കെ കോൽമയിൽ കൊള്ളുന്നെന്നുള്ളമെന്നും നീരാളിപ്പച്ച വിരിച്ച വയലുകൾ നീളെ കിടക്കുമുൾ നാടുകളും. ഇത് എഴുതിയതാരെന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തെ പറ്റി ഇങ്ങനെ വർണ്ണിച്ചതാണെന്ന് ചോദിച്ചാൽ അത് SK പൊറ്റക്കാടാണ്. ഒന്നുകൂടി പറയാം. കേരളമേ നിന്റെ യോമനപ്പേർ കേൾക്കെ കോൽമയിൽ കൊള്ളുകയാണെന്നുള്ളമെന്നും നീരാളിപ്പച്ച വിരിച്ച വയലുകൾ നീളെ കിടക്കുമുൾ നാടുകളും. ഇങ്ങനെ കേരളത്തെ പറ്റി വിവരിച്ചതാരാണെങ്കിൽ വർണ്ണിച്ചതാരാ സുഹൃത്തുക്കളെ? SK പൊറ്റക്കാടാണ്. അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള കൃതികളൊക്കെ എടുത്ത് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നമുക്ക് ചോദിക്കും കേട്ടോ. PSC ഇതുപോലെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഭാഗത്ത് നമുക്കൊരു മാർക്ക് കളയാൻ പറ്റില്ല. SK പൊറ്റക്കാടാണ് ഈ കവിത എഴുതിയെന്ന് ഓർക്കുക. അതായത് 5ാം ക്ലാസ്സിന്റെ ഭാഗമായുള്ള സാമൂഹ്യ ശാസ്ത്രം മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. ഒത്തിരി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ എക്സാമിന്, നിങ്ങൾക്ക് ഏതൊരു എക്സാം ആണെങ്കിലും ചോദിച്ചിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങൾ പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തു കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾ എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര്
ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ, ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്.